guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബീട്രൂട്ട് പച്ചടി. ഞാൻ ഇതുവരെ ചാനലിൽ ഇട്ടിട്ടില്ല ബീട്രൂട്ട് പച്ചടി. ബാക്കിയുള്ള പലതരം പച്ചടീസ്, മധുര പച്ചടി, അങ്ങനെയുള്ള കക്കരിക്ക പച്ചടി, കിച്ചടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ബീട്രൂട്ട് പച്ചടി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് പാലക്കാട് സ്റ്റൈലിലുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ടല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ക്യാമറ എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ബീട്രൂട്ടാണ്. അപ്പം നല്ല അതിൻ്റെ വെള്ളം ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ചെറിയ ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആക്ച്വലി കുറച്ചുകൂടെ വലിയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോഴേ നമുക്ക് കുറച്ച് പീസായിട്ട് കിടക്കുള്ളൂ. കുറച്ചുകൂടെ വലിയതായിട്ട് ചീവി എടുക്കുമ്പോഴേ കുറച്ചുകൂടെ നന്നായിട്ട് കാണുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഗ്രേറ്ററാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്രേറ്ററിലാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ചട്ടി കത്തിക്കില്ല, സ്റ്റൗ കത്തിച്ചിട്ട് ഞാനിപ്പോൾ ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണയൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് വറക്കാം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് ഒരുപാട് ഇതിൽ പച്ചടിയിൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി. അത്രയും വേണ്ടു. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. കുറച്ച് കടിക്കാൻ കിട്ടുന്നത് ഈ ഒരു പച്ചടിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പം അരയ്ക്കുന്നതിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടിട്ട് ഞാനതിലേക്ക് ഒരു 2 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടുകയാണ്. അതേമാതിരി കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, ഒന്ന് ഒതുങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ നല്ലോണം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതേമാതിരി ഒരുപാട് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പോകുന്നുണ്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ അരപ്പരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് മിക്സഡ് ജാറിലേക്ക് ഏകദേശം ഒരു 1/4 മുതൽ അരക്കപ്പ് വരെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 അല്ല, അരിയുമല്ല, അതിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടുകാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ജീരകമൊന്നും ആഡ് ചെയ്യില്ല, കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സി ഓഫ് ചെയ്തിട്ട് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് അല്ലാതെ തന്നെയാണ് ക്രഷ് ചെയ്തെടുത്തത്. ഇതിലൊരു ലൈറ്റ് പിങ്ക് കളർ വന്നത് ഞാൻ ആ ബീട്രൂട്ട് ഇളക്കിയ സ്പൂണ് തന്നെ ഉണ്ടോ
മിക്സഡ് ജാറിലേക്ക് ഇട്ടത്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് നിറം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ബീറ്റ്റൂട്ടിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇട്ട് ഉടനെ നമ്മൾ നിറയെ ഗ്രേറ്റ് ചെയ്തിട്ടതാണ്, നല്ലോണം ചുങ്ങിയത് കണ്ടോ. അപ്പം കുറച്ച് വലിയ ഗ്രേറ്റർ ആണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ക്രഷ് ചെയ്യല്ല, ആക്ച്വലി നന്നായി അരിഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ അതിന് മുമ്പ് ഒരു മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പച്ചപ്പൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. നന്നായിട്ട് ഒന്ന് ഫാൻ്റെ താഴെ എങ്ങാനും കൊണ്ട് വെച്ചോളൂ. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ. നമുക്ക് സദ്യക്ക് ഉണ്ടാക്കുകയാണെങ്കിലും വെറും 2-3 മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് വേണമെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് നേരത്തെ തന്നെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. 2 മിനിറ്റിലാവുന്ന ഡിഷാണ്. ഓക്കെ, അപ്പോൾ അതൊരു മിനിറ്റ് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിരുന്ന സമയം കൊണ്ട്. ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടാറിയ ശേഷം കാണിച്ചിടാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു വിസ്ക് കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തൈര് നല്ലോണം ലൂസായി പോകും. അപ്പോൾ അത് വേണ്ട. ജസ്റ്റ് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് കട്ടിയിലിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇലയിൽ ഒഴുകിപ്പോവും. അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തൈരൊക്കെ മതിയോ എന്നുള്ളത്, ഉപ്പ് എല്ലാം മതിയോ എന്നുള്ളത്. ഒരു പൊടിക്കൂടെ ഉപ്പ് വേണം. ഞാനൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മതി, നമുക്കിത് കറക്റ്റാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇത് ചോറിൻ്റെ ഒപ്പം പച്ചടിയായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ സദ്യയുടെ കൂടെ മാത്രമല്ല, ഇത് വെറുതെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ എല്ലൊക്കെയല്ലേ നമ്മൾ ആകെ കടുക് വറുക്കാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. സാലഡായിട്ട് കഴിക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.